കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എപ്പോഴും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴും നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. പല ആളുകളോടും സംസാരിക്കുമ്പോൾ ദൈവം അവരോട് സംസാരിക്കേണ്ടതിന് വേണ്ടി, അതുപോലെ ദൈവമഹത്വം അല്ലെങ്കിൽ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും അപ്രകാരമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സമാനമായ ഒരവസ്ഥയിൽ ഒരു ഭവനത്തെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ആ ഭവനത്തിലെ മകൻ്റെയാണോ മകളുടെയാണോ വിവാഹമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ആ ഭവനത്തിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. ആ വിവാഹ ചടങ്ങിലേക്ക് യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു. പക്ഷേ ആ വിവാഹ ചടങ്ങിൽ സംഭവിച്ചതായ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു. യഹൂദ ആചാരമനുസരിച്ച് വിവാഹ സദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് വീഞ്ഞായിരുന്നു. പക്ഷേ ആ വീഞ്ഞ് തീർന്നുപോയി. അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ ചിന്തകൾക്കും വിപരീതമായി ആണ് അത് സംഭവിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അതുപോലെയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ ഒന്നുമായിരിക്കത്തില്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വിധി എഴുതും, അതെ, ഇനി എൻ്റെ ജീവിതത്തിൽ യാതൊരു അനുഗ്രഹങ്ങളുമില്ല, ഇനി എൻ്റെ ജീവിതം കൂടുതൽ അധസ്ഥിതിയിലേക്കും പ്രയാസങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഞാൻ മാറുകയുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ സംഭവിക്കുന്നത്. അതെ, ഗലീലയിലെ കാനാവിൽ ആ കല്യാണ വീട്ടിൽ വളരെ നിർഭാഗ്യകരമെന്ന് ആ വീട്ടുകാർ എഴുതിയതായ ആ സംഭവത്തിന് നടുവിൽ യേശുവിൻ്റെ അമ്മയായ മറിയ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് യേശുവിനെ ശരിയായിട്ട് അറിയത്തില്ല. പക്ഷേ അമ്മയായ മറിയത്തിന് അറിയാം യേശു ആരാണെന്നുള്ളത്. യേശുവിന് ഈ സമയത്ത് അവിടെയുള്ള പ്രാധാന്യം എന്താണെന്ന് നന്നായിട്ട് മറിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മറിയ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, വീഞ്ഞു തീർന്നുപോയി. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യമാണ്. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ ചെന്ന ഈ കാര്യം പറഞ്ഞപ്പോൾ യേശു പറയുന്നു, സ്ത്രീ, എനിക്കും നിനക്ക് തമ്മിലെന്ത്? എൻ്റെ നാഴിക വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവിടെ കുറേ സമയങ്ങൾ യേശു കാത്തിരുന്നു. വെറുതെ കാത്തിരിക്കുക മാത്രമല്ല, അവിടെയുള്ള ആളുകളെ യേശു നന്നായിട്ട് നിരീക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നാം യേശുവിനോട് നമ്മുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അവൻ നമ്മളെ നിഷേധിച്ചുവെന്ന്, നമ്മെ കൈവിട്ടുവെന്ന്. മറിച്ച് നാം അവൻ്റെ അടുക്കൽ നമ്മുടെ ഒരു വിഷയമായി കടന്നു എന്നെങ്കിൽ അവൻ ആ വിഷയത്തിൻ്റെ മുമ്പിൽ നമ്മെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ ചെയ്ത കാര്യം എന്താണെന്ന് നമുക്കറിയാം. അവിടെയുള്ള ശുശ്രൂഷക്കാരോട് യേശുവിൻ്റെ അമ്മയായ മറിയ പറഞ്ഞു, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാം, സാധാരണയായിട്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇവൻ പറയുന്നത്. നമുക്കറിയാം അവിടെ യേശു എന്താണ് പറഞ്ഞത്? ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. ഒരിക്കലും യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരമുള്ള പാത്രങ്ങൾ ഈ വിവാഹ ചടങ്ങിൽ ഉപയോഗിക്കത്തില്ല. പക്ഷേ ആ പാത്രങ്ങളെയാണ് യേശു എടുത്തത്. എന്നിട്ട് യേശു പറയുന്നു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. അവർ വക്കോളം നിറച്ചു. എന്നെ ആ വാക്കാണ് വളരെ സ്പർശിച്ചത്. അവർ വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ അനുസരണം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ദൈവം ഒരു കാര്യം പറയുമ്പോൾ ഉഴപ്പിയല്ല ചെയ്യേണ്ടത്. ദൈവം ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അനുസരണയോടുകൂടെ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനിടയായിത്തീരും. ഞാൻ ഈ ഒരു സംഭവവും യേശു മുമ്പ് പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്താണ്? ഏതെങ്കിലും ഒരു മുഹൂർത്തം യേശു നോക്കിയോ? ഇല്ല. മറിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കാൻ മനസ്സുള്ള ആളുകൾ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ ആയിരിക്കും എൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാം ദൈവത്തെ അനുസരിപ്പാൻ, ദൈവസന്നിധിയിൽ
ദൈവം പറയുന്നത് അതുപോലെ അനുസരിപ്പാൻ നാം തയ്യാറാകുമ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്. അതെ, ഇന്ന് ഈ പ്രഭാത സമയത്ത് ദൈവം നമ്മോട് പറയുന്നു, ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ അനുസരിക്കുവാൻ, ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. അവസാനമായി നമ്മൾ വായിക്കുന്നുണ്ട്, യേശു അങ്ങനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അതെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. നോക്കിക്കേ, ആ വീട് നാണകേണ്ട സ്ഥാനത്ത്, ആ വീട് എന്നും പഴുകേക്കേണ്ട സ്ഥാനത്ത്, അതെ, ആ വധൂവരന്മാർ എന്നുമെന്നും ഈ ഒരു സംഭവത്താൽ ഓർക്കേണ്ട സ്ഥാനത്ത് അവർ എങ്ങനെ ഓർത്തു? ഈ 2024 ഈ വർഷത്തിൽ പോലും ആ വീടിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം യേശു അവിടെ വന്നതാണ്. അതെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നത് ഒരു വലിയ അനുഗ്രഹമായി മാറും. അതിനുവേണ്ടി എത്ര പേർക്ക് സമർപ്പിക്കാനിടയായിത്തീരും? ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് അങ്ങയുടെ കൽപ്പന പറയുമ്പോൾ അത് സന്തോഷത്തോടെ അനുസരിപ്പാനും ദൈവമഹത്വം കാണുവാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. God bless you all.